ഒരുപാട് ഹെയർ ഓയിലൊക്കെ പരീക്ഷിച്ച് നോക്കി മുടി ഒരു രീതിയിലും വളരുന്നില്ല എന്ന് കുറേ പേര് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മുടി വളരുക എന്ന് പറയുന്നത് എണ്ണ തേച്ചത് കൊണ്ടല്ല. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. വെറുതെ തലയിൽ കുറച്ച് ഓയിൽ എടുത്ത് തേച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മുടി വളരില്ല. നല്ലപോലെ ഒരു മസാജ് കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതിപ്പോൾ സാധാരണ ഒരു കോക്കനട്ട് ഓയിൽ ആയാലും ഒരു പ്രശ്നവും ഇല്ല. നല്ലൊരു മസാജ് കൊടുക്കുക, അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ മസാജ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പേര് ചെയ്യാതെ പോകുന്നതാണ്. എപ്പോഴും 6 മാസം കൂടുമ്പോഴത്തേക്കും മുടിയുടെ ആ ഒരു തുമ്പ് നിങ്ങൾ ഡ്രിം ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. സ്പ്ലിറ്റ് എൻഡ്സും അതുപോലെ മുടി കായയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മുടി വളർച്ചയെ അത് എന്ത് ചെയ്യും, തടഞ്ഞു നിർത്തും. അപ്പോൾ അത് 6 മാസം കൂടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഷ്ടപ്പെട്ടാണ് മുടി വളർത്തിയത്, എങ്ങനെയാണ് മുറിച്ച് കളയുക എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടാകും. പക്ഷേ ആ ഒരു തുമ്പ് നിങ്ങൾ മുറിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വളരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്നവർ എല്ലാ ദിവസവും അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2-3 തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ പാക്ക് ഹെന്ന പോലത്തുള്ള ആയിക്കോട്ടെ, ഇനി അലോവേറ ജെല്ല അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിലർ ഉള്ളി നീര് ഉപയോഗിക്കാറുണ്ട്, അത് നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും അത് ചേരില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കരുള്ളിയിൽ സൾഫർ ഉണ്ട്, അത് നല്ലപോലെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബുദ്ധിമുട്ടുള്ളവർ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആഹാരം, ഡയറ്റ് തന്നെയാണ്. പ്രോട്ടീനും പച്ചക്കറികളും ഒക്കെ നിങ്ങൾ കഴിക്കുക. എന്നാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ നിങ്ങൾക്ക് വളരുകയും അതുപോലെ ബ്രേക്കേജ് ഒന്നും ഉണ്ടാവാണ്ട് നല്ലപോലെ കാർക്കൂന്തൽ ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്നും ഹെയർ ഡ്രയറും അതുപോലെ തന്നെ സ്ട്രെയിറ്റ്നറും ഒക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങൾക്ക് മുടി നല്ലപോലെ കൊഴിയും, വളരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒക്കേഷണലി ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ ചെമ്പരത്തി താളിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നല്ലതാണ്. ചെമ്പരത്തി താളി, വെള്ളിലം താളിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഷാംപൂ യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മുടി ഡാമേജ് ആകും. അപ്പോൾ ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കുക. കാര്യം ചിലപ്പോൾ താരൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 7 ഡേയ്സ് നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു ദിവസം ഓയിൽ മസാജ് ചെയ്യാം, അടുത്ത ദിവസം എന്തെങ്കിലും പാക്ക് ഇടാം, 3-ാമത്തെ ദിവസം ഹെയർ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് വിടുക. അന്ന് ഫുഡ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വീണ്ടും 4-ാമത്തെ ദിവസം ഓയിൽ മസാജോ ഹെയർ പാക്കോ നിങ്ങൾക്ക് ഇടാം, ഉള്ളിനീര്. അങ്ങനെ നിങ്ങൾ ഹെയറിന് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ട്രൈ ചെയ്യുമെന്നാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി നിങ്ങളൊന്ന് മുടി വളർത്തി നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ മുടി വളരും. പിന്നെ എന്തെങ്കിലും മറ്റ് ഹെൽത്ത് ഇഷ്യൂസ്, വൈറ്റമിൻ ഡിയോ HB ഒക്കെ കുറവാണ് എന്നുള്ളവർ ഡോക്ടറിനെ കണ്ടിട്ട് അതിന് മരുന്ന് എടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു ഹെയർ ഫോളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. താങ്ക്